ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും അത് അതിൽ മാത്രമേ ഉള്ളൂ. അബ്സല്യൂട്ട് ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം വരെ നമ്മൾ പറയാം. അത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാലും അതേ ഫ്ലോയിൽ തന്നെ മുലപ്പാൽ കണ്ടിന്യൂ ചെയ്യണം. ഒപ്പം തന്നെ കുഞ്ഞിനെ ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എത്ര വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം? നമ്മൾ സാധാരണ പറയുന്നത് 2 വയസ്സ് മിനിമം കൊടുക്കുക എന്നുള്ളതാണ്. 1 വയസ്സ് വരെ നല്ലപോലെ കണ്ടിന്യൂ ചെയ്യണം. ഒരു കുഞ്ഞിന്റെ വെയിറ്റ് കുറവാണെങ്കിൽ ആ കുഞ്ഞിന്റെ ചുണ്ട് നിപ്പിൾ ടച്ച് ചെയ്യുമ്പോൾ അത് സെൻസ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് കറന്നെടുത്ത് വെക്കാം. ജെന്റിൽ റോളിംഗ് മസാജ്, ജസ്റ്റ് ബ്രസ്റ്റ് പതക്കെ ഒന്ന് ഉടച്ചിട്ട് കുഞ്ഞിനെ ഓർത്തിരുന്ന് സന്തോഷത്തോട് കിട്ടുന്ന അത്രയും പാല് കറന്ന് വെക്കുക. അത് കളയരുത്. അപ്പൊ എത്രയും കൂടുതൽ സന്തോഷിക്കുന്നോ അത്രയും കൂടുതൽ പാല് ഉത്പാദിപ്പിക്കപ്പെടും. നമ്മൾ നല്ലപോലെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡയറ്റിങ്ങും കൂടാതെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയും. 8ാം മാസത്തിൽ നമ്മൾ എഗ് യോക്കും ഫിഷും സ്റ്റാർട്ട് ചെയ്യുന്നു. 9th മന്തിൽ മീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. 10ാം മാസത്തിൽ ഫുൾ എഗ് കൊടുക്കുന്നു. നമ്മൾ 1 വയസ്സ് വരെ കുറുക്കുണ്ടാക്കി അടിച്ച് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ചവക്കാൻ പഠിക്കില്ല. ചബ്ബി ആയിട്ടുള്ള കുട്ടികളാണോ ഹെൽത്തി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്കിന്നി ആയിട്ടുള്ള കുട്ടികൾ ഹെൽത്തി അല്ലേ? 3-4 വയസ്സിലൊക്കെ ചബ്ബി അടിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ആപ്പിൾ ബേബീസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അവരുടെ സെൽസിന്റെ സൈസ് കുറച്ച് വലുതായിരിക്കും. പലപ്പോഴും പച്ചക്കറി കഴിക്കാൻ ഭയങ്കര താല്പര്യക്കുറവ് കുട്ടികൾക്ക്. സാമ്പാറിലായാലും എല്ലാ കഷ്ണങ്ങളും വെച്ചിട്ട് അത് മാത്രം. എനിവേ, കടയിൽ നിന്ന് മേടിക്കുന്ന ചിപ്സോ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളോ അമിതമായിട്ടുള്ള മധുരങ്ങളോ മിഠായികൾ ഒക്കെ നമ്മൾ 1 വയസ്സിൽ കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ ഫുഡ് പിന്നെ കുഞ്ഞ് തൊടത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. ഒത്തിരി കളിപ്പിച്ചും വിശപ്പൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് ഫുഡ് കൊടുത്ത് നോക്ക്. നല്ല കഥകൾ പറഞ്ഞും കൂടി കൊടുക്കണം കൂടെ.